നമസ്കാരം ഹരി. നമസ്കാരം സനുജി. ഈ നമ്മുടെ ദേശീയ രാഷ്ട്രീയം വളരെയധികം പ്രത്യേകമായ രീതികളിലൂടെയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ, പുതിയ പുതിയ എലമെൻസ് ഒക്കെ നിറഞ്ഞുകൊണ്ട് വലിയ സസ്പെൻസുകളുമൊക്കെ ആയി ദേശീയ രാഷ്ട്രീയം വീണ്ടും വാർത്താമാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയായി മാറുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ മുന്നണി, വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു വന്ന ഇന്ത്യ മുന്നണി ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും സമൂഹ മാധ്യമത്തിലെ സ്ഥിരം ഈ ചർച്ചിസ്റ്റുകളുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത്. മാത്രമല്ല ഇതിൽ ഹരിയിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം, ഇങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒരു തകർച്ച ഒരു വർഷത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഒട്ടനവധി നിർണായകമായ ബില്ലുകൾ അവിടെ പാസ്സാക്കപ്പെടേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ ഒരൊറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് NDA മുന്നണി മറുവശത്തോടു കൂടി വലിയൊരു ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ പുതിയ ഒരു രാഷ്ട്രീയം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയം ഒരു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി തകർന്നു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി തകർന്ന നാമാവിശേഷമായി ഇനി വളരെ കുറച്ച് MP മാരെ കൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്താം. പഴയതുപോലെ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനം കുറച്ചുകൂടെ കഴിയുമ്പോൾ, കുറച്ച് കോൺഗ്രസ് MLA-മാരും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. 28ഓളം MP മാരുണ്ടായിരുന്ന മമതയുടെ പാർട്ടിയിൽ നിന്ന് 20 പേരങ്ങ് പോവുകയാണ്. അതെ, 30 പേര് DMK-യിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അതായത് ഏറ്റവും വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നത് തൃണമൂലിലാണ്. DMK-യുടെ 30 പേര് കോൺഗ്രസിൽ നിന്ന് പിന്തുണ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ 50 പേരായി. ഇനി ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ 6 പേരുണ്ടായിരുന്നു. ഈ രാജ്യസഭയിൽ 3 പേര്, ലോക്സഭയിൽ 3 പേര്, ഈ 6 പേരും പോകുന്നു. അങ്ങനെ 6 പേരും പോകുന്നു, ഏകദേശം 56 പേരോളം പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ മുന്നണി ചുരുങ്ങി അവർക്കൊന്ന് എതിർക്കാൻ പോലും, അതായത് ഒരു ഭരണഘടന ബില്ല്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നാൽ പോലും അതിനെ എതിർക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, ഒരു ആരോഗ്യമില്ലാത്ത തരത്തിലേക്ക് അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ശോഷിക്കുന്നുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ വനിതാ സംവരണ ബില്ല് വളരെ ലളിതമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ BJP-ക്ക് പാസ്സാക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന യൂണിഫോം സിവിൽ കോഡ് ആയാലും ഏത് ബില്ലുകളായാലും BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-ക്ക് വളരെ ഭംഗിയായി അത് പാസ്സാക്കാം എന്ന രീതിയിലാണ്, വളരെ ശക്തമായ നിലയിലേക്ക് NDA മാറുന്നു എന്നതാണ്. ഇപ്പോൾ CJP-യൊക്കെ കൊണ്ടുവന്ന് വളരെയധികം ഒരു മൂവ്മെൻ്റൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ നോക്കി. ഇവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാരെ, പല ആൾക്കാരെയും നിറച്ച്, പല രാജ്യങ്ങളിൽ നിന്നും ഫോളോവേഴ്സിനെയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റഗ്രാമും അതോടൊപ്പം തന്നെ ഓൺലൈൻ പേജുകളും ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവർ വിചാരിച്ച് ഈ ഓൺലൈൻ സംവിധാനമാണ് രാജ്യം ഭരിക്കുന്നതെന്ന്, ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫോളോവേഴ്സാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവരിവിടെ ഭാരതത്തിലെത്തിയപ്പോഴത്തേക്കും 1000 പേര് തികച്ചില്ല അവരുടെ കൂടെ. അങ്ങനെ ഈ ജന്തർ മന്ദറിലേക്ക് പ്രകടനം നടത്താൻ അവസരം കിട്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. വന്ന ഉടനെ തന്നെ സ്വീകരിച്ച് നിങ്ങൾ ജന്തർ മന്ദറിലോ എവിടെ വേണോ പ്രകടനമോ അല്ലെങ്കിൽ സമരമോ എന്ത് വേണോ നടത്തിക്കൊള്ളാൻ പറഞ്ഞു, അനുമതിയും കൊടുത്തു. സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ, ഏകദേശം 10 ദിവസം മുന്നേ അപേക്ഷിച്ചാൽ മാത്രമേ ജന്തർ മന്ദറിൽ അനുമതി കിട്ടുകയുള്ളൂ. അത് ഒരാഴ്ചയിൽ താഴെ മാത്രമാണ് ഈ അപേക്ഷിച്ച സമയത്ത് CJP അപേക്ഷിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ അപേക്ഷിച്ചാൽ കിട്ടില്ല എന്നവർക്കറിയാം. അങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ അനീതിയാണെന്ന് പറഞ്ഞു ഒരു സമരം നടത്താമല്ലോ എന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. പക്ഷേ അതും പാളിപ്പോയി. അങ്ങനെ മൊത്തത്തിൽ CJP ചുരുങ്ങി ഈ 1000 പേരെയും കൊണ്ടാണ് വളരെ വലിയ ശക്തമായ നിലയിൽ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA-യുടെ നേതൃത്വത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം ഈ നാഷണൽ ചാനലിൽ അടക്കം വന്നിരുന്ന ചില പുതിയ വക്താക്കളൊക്കെ പറഞ്ഞത് ഈ സീസൺഡ് പൊളിറ്റീഷ്യൻസിന്റെ കാലം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് യുവ രക്തങ്ങളാണ്. കാര്യം ഈ നമ്മൾ പറയുന്നത് പോലെ അമിത്ഷാ ചാണക്യതന്ത്രത്തിൻ്റെ ആളാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു കാലം അതിജീവിച്ചു. ഇനി അത്തരത്തിലുള്ള ചാണക്യതന്ത്രങ്ങൾക്കൊന്നും
ഭാരതത്തിൽ സ്ഥാനമില്ല. ഭാരതത്തിൽ ഇനി ജെൻസികളുടെ കാലമാണ്. അപ്പോൾ പുതിയ തലമുറ പൊളിറ്റിക്സിലും അതിൻ്റേതായ ഒരു മാറ്റം പ്രതിഫലിക്കും എന്നുള്ള രീതിയിലാണ് ഈ കോക്രോച്ച് പാർട്ടിയെ കൊണ്ടുവന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും പറയാനൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അല്ലേ, ഒരു വലിയ പാരമ്പര്യമുണ്ട്. അവർ വളർന്നു വന്ന പാതകൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനൊരു പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു പാരമ്പര്യവുമില്ലാതെ ഒരു പേരുകൊണ്ട് പോലും അഭിമാനിക്കാൻ വിലയില്ലാത്ത രീതിയിൽ വെറും പാറ്റകളായി അവതരിക്കുന്ന ഈ പുതിയ യുഗങ്ങൾ അല്ലെങ്കിൽ പുതിയ പിറവികളെ, അവതാര പിറവികളെ കാണുമ്പോൾ ശരിക്കും ഒരു പരിഹാസമാണ് തോന്നുന്നത്. അല്ല, ഇത് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ രാഷ്ട്രീയ ബോധ്യമോ ഒന്നും ഇവർക്ക് ഇല്ല. ഈ പാറ്റകൾ എന്ന് പറയുമ്പോൾ തന്നെ പാറ്റകൾ ജീവിക്കുന്ന സ്ഥലം വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ് പാറ്റകൾ ജീവിക്കുന്നത്. അത്തരം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ, വൃത്തിഹീനമായ മാനസികാവസ്ഥയും ബോധ്യത്തോടു കൂടി ഈ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെയോ ഒക്കെ ഇടയിൽ നിന്നാണ് ഇവർ വന്നു കയറിയത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ബോധ്യമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ വെറും പാറ്റകളെന്നല്ല, ഇയാം പാറ്റകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. വളരെ അല്പായുസുകളായിട്ടുള്ള ഇയാം പാറ്റകൾ. അതെ അല്ലേ? അതെ. അത്തരത്തിൽ അവർ വന്നതിന് ശേഷം വന്നതുപോലെ തന്നെ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അത്തരത്തിലൊരു മൂവ്മെൻ്റ് ഉണ്ടായതിനു ശേഷം ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള പല ജെൻസി മൂവ്മെൻറ്റുകളും നടത്തുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അതിനുമായി ബന്ധപ്പെട്ട ടൂൾ കിറ്റുകളെല്ലാം വിദേശത്തു നിന്നാണ് വന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് തന്നെ ലഭിച്ചിരുന്നു. അത് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ നടത്തിയ മൂവ്മെൻറ്റ് ഈ അടുത്ത സമയത്ത് വ്യാവസായിക മേഖലയിൽ അവർ ഒരു തട്ടിക്കൂട്ട് സമരമൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് പോയി ഗൂഢാലോചനയോടുകൂടി. അതിനുശേഷം വലിയ ആരോപണങ്ങളുടെ പെരുമഴയായിരുന്നു. വോട്ട് ചോരി അടക്കമുള്ള ഓരോ ദിവസവും ഓരോ വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് വലിയ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ നോക്കി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ഛോഡോ യാത്ര നടത്തി. അവസാനം ആളുകൾ പുള്ളിയെ ഛോഡോയാക്കി എന്നുള്ളതാണ്. അതെ, ഇത്തരത്തിൽ ഇവർ ഈ നടത്തുന്ന കള്ളത്തരങ്ങൾക്കും പൊള്ളത്തരങ്ങൾക്കും ഒക്കെ ബദലായിട്ട് ജനങ്ങൾ അവരെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തിന് എന്ത് തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും രാഹുൽ ഗാന്ധി അതിനെ തടയിടുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുക. അതിന് മറുപടിയായി അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായിട്ട് പറയുന്നു എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. പക്ഷേ അത് കേവലം ബാലിശമായ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധി നടത്താറുള്ളത്. എന്തായിരുന്നു ഇദ്ദേഹം ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റിനെതിരെ പറഞ്ഞത്? അവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കുന്നു, അവിടുത്തെ മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ആ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളെ പോലും ചെറുതായിട്ട് അവരെ മാറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വ്യക്തമായി അവർക്ക് താമസിക്കാനുള്ള ഇടവും എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിലാണ് ഇന്ത്യയുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 12 വർഷവും അത്തരത്തിലായിരുന്നു. BJPയെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വചനങ്ങളും എല്ലാ ആരോപണങ്ങളും പറഞ്ഞു നടക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് പോലും ഈ ഏഷ്യാനെറ്റ് പോലും 12 വർഷം തികയുന്ന 12 വർഷം കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർക്കൊരു പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നു, എങ്ങനെയായിരുന്നു മോദി ഗവൺമെൻറ് എന്ന നിലയിൽ. അപ്പോൾ ആ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ ഭാരതത്തെ ഭരിച്ചിരുന്നു, ഭാരതം അഴിമതി രഹിതമായിരുന്നു എന്നൊക്കെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു NDA എതിർക്കുന്ന ആൾക്കാരുടെ. ഒരു കാര്യമുണ്ട് ഹരി, കാര്യം ഇന്ത്യയുടെ ഈ കഴിഞ്ഞ 12 വർഷത്തെ ഒരു വികസനം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ, സത്യസന്ധമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭാരതത്തിനുള്ളിലെ വാർത്താമാധ്യമങ്ങളല്ല കാണേണ്ടത്, ഭാരതത്തിന് പുറത്തെ വാർത്താമാധ്യമങ്ങൾ കാണണം. അവർ കൃത്യമായി കലർപ്പില്ലാതെ എന്താണ് ഇവിടുത്തെ വികസനം, ഇന്ത്യ എങ്ങനെയാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട്, ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ വികസനത്തിൻ്റെ പടവുകൾ ഓരോന്നായി നടന്നു കയറിയതെന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ പല വിദേശ മാധ്യമങ്ങളും ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോദിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ ഏത് രീതിയിലാണ് അവരെ ബഹുമാനിക്കേണ്ടതെന്ന് ലോകം പഠിപ്പിക്കുകയാണ്. മോദി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ വലിയ ആരാധനയോടുകൂടി ഒരു മെലഡി കഴിച്ചപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ അവരുടെ സ്റ്റോക്ക് കാലിയാവുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ എവിടെ കൈവയ്ക്കുന്നു? ഒരു കസേര വലിച്ചു നീട്ടി ലക്ഷദ്വീപിൽ ചെന്നിരുന്നപ്പോൾ അവിടെ പിന്നീട്
പിന്നീട് വളരെ വലിയ രീതിയിൽ മാലിദ്വീപ്സിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ മാലിയൊക്കെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഒപ്പിക്കരുത്, ഞങ്ങളുടെ കഞ്ഞികുടി മുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏത് പ്രൊജക്റ്റ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചാലും ആ പ്രൊജക്റ്റ് എല്ലാം തന്നെ സക്സസ്ഫുൾ ആകുന്നു. യോഗ ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നു. ലോകം ഇന്ന് കൈകൂപ്പാൻ പഠിക്കുന്നു. വസുദൈവ കുടുംബകം എന്ന ആശയം ഏറ്റെടുക്കുന്നു. അത്തരത്തിൽ ലോകത്തിൽ തന്നെ ഒരു മാറ്റം, ഭാരതം ഒരു പഴയ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് ഭാരതത്തിന്റെ ഏത് സമീപനം അല്ലെങ്കിൽ എന്ത് നിലപാട് കൈക്കൊണ്ടാലും അതിപ്പോ ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ ഭാരതം ആകെ ചെയ്തത് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഒരു വ്യക്തമായ അഭിപ്രായം പറഞ്ഞില്ല. ആ മൗനം പോലും പിന്നീട് വലിയ അർത്ഥമാനങ്ങൾ ഉള്ളതാണെന്നാണ് ഈ ലോകം പറഞ്ഞത്. കാര്യം ഇന്ത്യ കൈക്കൊണ്ട ഒരു നിലപാട്, ഒന്നിനോടും ആർക്കും ഒരു ആഭിമുഖ്യം പുലർത്താതെ എന്നാൽ എല്ലാവരോടും സൗഹൃദം പുലർത്തിക്കൊണ്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സമീപനമായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ലോകരാജ്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഭാരതത്തിന്റെ GDP നോക്കൂ, 7.7 ഭാരതത്തിൻ്റെ 2026 GDP. മറ്റെല്ലാ രാജ്യങ്ങളും താഴേക്ക് പോകുമ്പോൾ അമേരിക്കയിൽ 1.6, ചൈനയെ നോക്കുകയാണെങ്കിൽ 5.1. അപ്പോൾ ഇങ്ങനെ ഈ ലോകത്തിലെ ഏത് രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യത്തിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് എല്ലാ രീതിയിലും മുന്നേറ്റം ഭാരതം പ്രാപിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേരെയാണ് ഇവർ ആവശ്യമില്ലാത്ത ചില വിഘടവാദങ്ങൾ അല്ലെങ്കിൽ വിദണ്ഡവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനില്ല. ഒരു കൊള്ളസംഘം, ആ കൊള്ളസംഘം ഒരു ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലേക്ക് ഇവർ താളം തെറ്റി പോകുന്നുണ്ട്. ഹരി, ഇന്ത്യ മുന്നണിയുടെ അവർ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ആശയം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസിന്റെ ആശയമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമാണോ? അതോ തൃണമൂലിന്റെ ആശയമാണോ? സമാജ്വാദി പാർട്ടിയുടെ ആശയമാണോ? ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞു. അവരുടെ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് കോമണായി അവർക്ക് വേണ്ട ക്യാഷാണ്. ആ കാശ് എന്നതിനപ്പുറത്തേക്ക് അധികാരത്തിൽ മടങ്ങി വന്നാൽ മാത്രമേ തങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റൂ. എന്തായിരുന്നു ഓരോ പ്രദേശങ്ങളിലും ഇവർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥ? ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ഗുണ്ടാരാജായിരുന്നു. ഭീകരവാദികളടക്കം തേർവാഴ്ച നടത്തുന്ന ഒരു പ്രദേശമായിട്ട് ഉത്തർപ്രദേശ് മാറി. ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന എൻകൗണ്ടർ കിങ് ആയിട്ടുള്ള, അവിടെ ഉണ്ടായിരുന്ന IPS സിംഗമായിട്ടുള്ള അജയ് പാൽ ശർമ്മയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് പോകുന്നത്. പശ്ചിമ ബംഗാൾ അടിമുടി മാറുകയാണ്. ഇങ്ങോട്ട്, അതായത് പശ്ചിമ ബംഗാളിലെ ബംഗാളികളെ ഇങ്ങോട്ട് കേരളത്തിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അവർ മടങ്ങി വരാൻ തയ്യാറാകില്ല. പലരും എയർപോർട്ട് ടിക്കറ്റ് അടക്കം, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും എടുത്തു നോക്കിയാൽ വികസനത്തിൻ്റെ പാതയിലാണ്. അല്ലാതെ ചൈനയെ പേടിച്ചുകൊണ്ട് ബോർഡർ റോഡുകൾ നിർമ്മിക്കാത്ത ഒരു ഭാരതമല്ല ഇന്ന് ചൈന പോലും ഭയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ചൈന ഈ അടുത്ത സമയത്ത്, ചൈനയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഇന്നലെ കൂടി പറഞ്ഞതാണ്, ഇന്ത്യയും റഷ്യയും ചൈനയും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട രാജ്യങ്ങളാണ്, ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, കോമ്പറ്റീറ്റേഴ്സ് അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ചൈനയ്ക്ക് മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ലോകത്തിലെ ഏത് രാജ്യം, ഇപ്പോൾ മാർക്കോ റൂബിയോ ഇന്ത്യ വന്നിരുന്ന അക്ഷരാർത്ഥത്തിൽ കാല് പിടിക്കുകയായിരുന്നു. ഹെക്സത്തിനോട് പാകിസ്ഥാൻ്റെ മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ്, അഗ്നി 6 ഭാരതം പരീക്ഷിക്കാൻ പോകുന്നു, 12,000 കിലോമീറ്ററാണ്, നിങ്ങൾക്ക് ആശങ്കയൊന്നുമില്ലേ? ഭാരതം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യൂ എന്ന് ഹെക്സത്ത് മറുപടി പറയുന്നു. പാകിസ്ഥാൻ്റെ മാധ്യമ പ്രവർത്തകയാണ്. മാർക്കോ റൂബിയോ ഇവിടെ വന്നിട്ട് പാകിസ്ഥാനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പല കാര്യത്തിനും തെളിവ് ചോദിക്കുകയും ഈ നാടിനെ നശിപ്പിക്കുവാൻ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു നാശമാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള തകർച്ച തന്നെയാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത്. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഈ മുന്നണി ഏതടിസ്ഥാനത്തിലാകും BJPക്ക് എതിരിടാൻ ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചോദ്യം. എന്തായാലും ഈ ഒരുപാട് കൊള്ളക്കാർ ഒരുമിച്ച് ചേർന്നാൽ ഒന്നും ആവില്ല, കൊള്ള സങ്കേതം തകർന്നു പോകുമെന്ന് നമ്മൾ പണ്ട് മുതലേ ഈ കഥകളിലൊക്കെ കേൾക്കാറുണ്ട്. അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലും അരങ്ങേറിയിരിക്കുന്നത്. ഇനി അതിന് ബദലായി കൊണ്ടുവരുന്ന കോക്രോച്ച് പാർട്ടി CJPയുടെ ഒരു ഫണ്ടിങ്, അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് വ്യക്തമായൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം ഒരേ സ്ഥലത്തു നിന്ന് വരുന്ന ഫണ്ടുകളാണെങ്കിൽ, അല്ലേ?
തീർച്ചയായും അതിലൊരു തീരുമാനമാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ ഒരു തകർന്ന് തരിപ്പണമായി പോകും. അടുത്തിനി തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, ആളെ കിട്ടുമെന്ന് തന്നെ അറിയാത്ത അതെ. ഒരവസ്ഥയിലേക്ക് മാറിയില്ലെങ്കിലേ അതിശയം. അതെ, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്ന് നമുക്കറിയാം വളരെ അല്പം കിതച്ചാണ് BJP വിജയത്തിലേക്ക് എത്തിയത്, അല്ലേ? ഒരു കുറവുണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിജയത്തിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞൊരു കാര്യം, ഇതോടുകൂടി BJP തീരുന്നു, മോദിക്കാലം അസ്തമിക്കുന്നു, വരാൻ പോകുന്നത് ഇതിന് ബദലായിട്ടുള്ള മറ്റെന്തോ ഒക്കെയാണെന്നാണ് അന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞത്. പക്ഷേ അതൊക്കെ അപ്രസക്തമായിരിക്കുകയാണിപ്പോൾ. തീർച്ചയായും അത്തരത്തിൽ അപ്രസക്തമായി ഒരു നാമാവിശേഷമായ അവസ്ഥയിലാണ്. എന്തായാലും ഇനി ഉള്ള അവരുടെ ഒരു പരിതസ്ഥിതി, അവരുടെ ഒരു വിധി എന്താണെന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. നമസ്കാരം. നമസ്കാരം.